കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ എന്റെ ലവിന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്താണ് മിണ്ടാ നിൽക്കുന്നേ? എനിക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും സംസാരിച്ചൂടെ? എനിക്ക് പറയാനുള്ളതും കൂടി ആന്റി പറഞ്ഞല്ലോ. ഇനി എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല. ഏട്ടാ, നാളെ നമ്മൾ ചെയ്യാൻ പോണ ഈവന്റിന് ഡിസൈൻസ് എല്ലാം റെഡിയായോ? ആയിട്ടുണ്ടോ ബി? നീ ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഏട്ടൻ കണ്ടല്ലോ. അഖിൽ, ഈ ഈവന്റിന് നീ ഏട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ശരി ഏട്ടാ. എന്തിനാ ഈ അമ്മ എന്നെ കണ്ടിങ്ങനെ നാണിക്കുന്നത്? ചപ്പാത്തി എങ്ങനെയുണ്ട് മാസ്റ്റർ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ചപ്പാത്തി ഇഷ്ടപ്പെട്ടോന്നാ ചോദിക്കുന്നത്? അത് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടോ? ഇവരെന്തൊക്കെയായി ചോദിക്കുന്നത്? പറയൂ മാസ്റ്റർ, മാസ്റ്റർ പറയൂ. ഇളയമ്മേ, മാസ്റ്റർ കഴിക്കാൻ സമ്മതിക്ക്. എന്തിനെങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? ആരാണ് അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? നീയാണ് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നേ. ഇളയമ്മയ്ക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കേ. വെറുതെ നിന്ന് മാസ്റ്ററിനെ ശല്യപ്പെടുത്തുന്നു. ടീച്ചർ, എന്താ പെട്ടെന്ന് എഴുന്നേറ്റ്? മതി സാർ, വയറ് നന്നായിട്ട് നിറഞ്ഞു. അമ്മോ, എന്റെ സ്നേഹം നിങ്ങൾക്ക് അത്രക്കിഷ്ടായോ? നിങ്ങൾക്ക് ഇഷ്ടാണെങ്കിൽ എന്നും ഇതുപോലെ ഉണ്ടാക്കി തരാം. എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും വേണ്ട. എല്ലാവരും കഴിക്കുന്നത് ഞാനും കഴിച്ചോളാം. കൈ ഇതിൽ തുടച്ചോളൂ. എന്റെ ഒരു ഷോളുണ്ട്. വലിയ നാണക്കാരനാണെന്ന് തോന്നുന്നു. വഴിക്ക് കൊണ്ടുവരാം. എന്റെ വഴിയിൽ നിങ്ങളെ കൊണ്ടുവന്ന് എന്റെ കഴുത്തിലൊരു മാല ഇടിക്കും. ഇല്ല സാർ, എനിക്ക് കുറച്ച് സമയം കൂടി വേണമായിരുന്നു. പലിശയും കൂടി ചേർത്ത് നിങ്ങൾ തന്ന കാശ് ഞാൻ ഉടനെ തന്നോളാം. ഇപ്പോ തന്നെ നീ ഒരുപാട് അവധികൾ ചോദിച്ചു കഴിഞ്ഞു. ഇനിയും അവധി വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇത്തവണ ഞാൻ എന്തായാലും കൃത്യസമയത്ത് തന്നെ തരാം സാർ. പ്ലീസ് ബിലീവ് മീ. ഓക്കെ, പറഞ്ഞ സമയത്ത് പണം തന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി നിന്നെ കോൾ ചെയ്യില്ല. നേരെ നിന്റെ ചേട്ടന്റെ അടുത്ത് പോയി പൈസ വയ്ക്കും. വേണ്ട സാർ, ഞാൻ തന്നോളാം. പ്ലീസ് ഏട്ടനോടൊന്നും പറയല്ലേ. ശരി, ഒരു ദിവസത്തെ സമയം തരാം. നാളെ നീ പണം തന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ നിന്റെ ചേട്ടന്റെ അടുത്തേക്ക് ഞങ്ങൾ പോകും. ഇത്രയും പെട്ടെന്ന് അത്രയും കാശ് ഞാൻ എവിടെ നിന്നുണ്ടാക്കും? ഇനിയിപ്പോ എന്താ ചെയ്യാ? കാർത്തിക. എന്താ അഖിൽ? എനിക്കിപ്പോ കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. ഓക്കേ, നിന്നെ കൊണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്റെ കയ്യിൽ എവിടെന്നാ പണം അഖിൽ? അത് നിന്റെ അമ്മയോടോ അച്ഛനോടോ ചോദിച്ചിട്ട് ഒന്ന് വാങ്ങിത്തരാൻ പറ്റുമോ നിനക്ക്? എന്തിന്? നിന്റെ ചേട്ടനോട് ചോദിച്ചാ പോരെ?
ഏട്ടനോട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടാ നിന്നോട് ചോദിക്കുന്നത്. നിനക്ക് എത്രയാ വേണ്ടേ? അത് പിന്നെ 10,000 മതിയോ? ലാക്സ്. ഇത്രയും പണം എന്തിനാ? അർജന്റായിട്ട് ഒരൊക്കെ കൊടുക്കാനുണ്ട്. നീ കടം വാങ്ങിയതാ? ഒരു ഫ്രണ്ടിന് വേണ്ടി വേറൊരാളുടെ കയ്യിൽ നിന്ന് ഞാൻ മറിച്ചു വാങ്ങി കൊടുത്തതാ. ആ ഫ്രണ്ടിന് കൃത്യസമയത്ത് കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. നിനക്കിതിന്റെ ആവശ്യമുണ്ടോ? ഏതോ ഒരു ഫ്രണ്ടിന് വേണ്ടി നീ എന്തിനാ റിസ്ക് എടുക്കുന്നേ? ഫ്രണ്ട്ഷിപ്പ് ഓർത്ത് ഞാൻ ചെയ്തു പോയതാടി. ഇപ്പൊ നീ കുഴിയിൽ ചാടിയില്ലേ? ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടിപ്പോ എന്താ? നിന്റെ പാരന്റ്സിനോട് ചോദിക്കാൻ പറ്റുമോ അതോ ഇല്ലയോ? സോറി, നമുക്കൊരു സെപ്പറേറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തരാന്ന് അവര് പറഞ്ഞപ്പോ നീ അതിന് റെസ്പോണ്ട് ചെയ്തില്ല. ഇപ്പൊ നിനക്ക് വേണ്ടി ഞാൻ പണം ചോദിച്ചാ ചിലപ്പോ അവര് റെസ്പോണ്ട് ചെയ്യില്ല. കാശ് നിനക്ക് ആവശ്യം പറഞ്ഞു നോക്ക്. എനിക്ക് കള്ളൊന്നും പറയാൻ വയ്യ. എന്നാ പിന്നെ നിന്റെ ഗോൾഡ് ബാങ്കിൽ പണയം വെച്ചിട്ട്. എന്താ പറഞ്ഞേ? എന്റെ ആഭരണങ്ങൾ പണയം വെക്കാനോ? ഇങ്ങനെ ഒരു കാര്യം പറയാൻ നാണമില്ലേ നിനക്ക്? അവിടെ നിന്റെ ഭാസ്കരേട്ടൻ ബിസിനസ് ചെയ്ത് നന്നായിട്ട് സമ്പാദിക്കുന്നു. ഭാവനേട്ടത്തേക്ക് സ്വർണം വാങ്ങി കൊടുക്കുന്നു. നീയാണെങ്കിൽ എന്റെ ആഭരണം പണയം വെക്കാൻ ചോദിക്കുന്നു. ഞാൻ തരില്ല. എന്റെ മോം അറിഞ്ഞ എന്നെ കൊല്ലും. സോറി, ഇത് നിന്റെ പ്രശ്നമാണ്. നീ എന്തെങ്കിലും ചെയ്തോ. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തെ കണ്ട് 8 മണിക്കൂർ പോയതറിഞ്ഞില്ല. അദ്ദേഹം ഇതുവരെ എഴുന്നേറ്റില്ലേ? ഞാനകത്തേക്ക് ചെന്നാ അദ്ദേഹം എന്ത് വിചാരിക്കോ എന്തോ. അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റോ എന്തോ. ഇനിയിപ്പ എന്ത് ചെയ്യും? വസുന്ധര, ഒരു ബ്ലാക്ക് കോഫി. ഇതാ കൊണ്ടുവരുന്നു. ആ, ബ്ലാക്ക് കോഫി അല്ലേ? താങ്ക് യു. വസുന്ധരെ, കുട്ടികൾ എഴുന്നേറ്റോ? ഇതുവരെ എഴുന്നേറ്റില്ല ഏട്ടാ. ചെന്ന് എഴുന്നേപ്പിക്ക്. ട്യൂഷൻ ടൈമായില്ലേ? ശരി ഏട്ടാ. ഐഡിയ. ഈ ഗെറ്റപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് കിടക്കുമ്പോ എന്തൊരാശ്വാസം എന്നറിയാം. വീണ്ടും ഈ ഗെറ്റപ്പൊക്കെ ഇട്ട് 25 വർഷം മുന്നോട്ട് പോയി എല്ലാവരുടെയും അങ്കിൾ വിളി കേൾക്കണം. കുറച്ചു നേരം ഇങ്ങനെ അങ്ങിരിക്കാം. I will call you back. കുട്ടികളെ ഞാൻ എഴുന്നേൽപ്പിച്ചു. അവര് റെഡിയാകുക. ഇളയമ്മ എന്തിനാ രാകേഷിന്റെ റൂമിലേക്ക് പോകുന്ന? രാകേഷ് വേഷം മാറി നിന്നില്ലെങ്കിൽ ഇളയമ്മ പ്രശ്നം ഉണ്ടാക്കും. ഇളയമ്മേ, കോഫി. അദ്ദേഹത്തിനുള്ള കോഫിയാ. ഇളയമ്മ എന്തിനാ കൊണ്ടുപോകുന്നേ? എന്താ, നീ അവിക്ക് കോഫി കൊടുക്കാറില്ലേ? അതേപോലെ ഞാൻ അദ്ദേഹത്തിന് കോഫി കൊടുക്കുന്നു. അദ്ദേഹം ഇതുവരെ എഴുന്നേറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നേ. അതുകൊണ്ടാ ഞാൻ അദ്ദേഹത്തിന് എഴുന്നേപ്പിച്ച് കോഫി കൊടുക്കുന്നേ. അത് വേണ്ട ഇളയമ്മേ. പാവം ഒരുപാട് ക്ഷീണിച്ചു കിടന്ന് ഉറങ്ങുന്നതല്ലേ.
അദ്ദേഹം കുറച്ചുനേരം ഉറങ്ങിക്കോട്ടെ. ട്യൂഷനിലെ സമയമായല്ലോ, ഇനിയും കിടന്നുറങ്ങിയ എങ്ങനെയാ? എന്താ ഇളയമേ? അതെ ഇളയമ്മേ, ട്യൂഷൻ സാറിന്റെ റൂമിലേക്ക് കോഫി കൊണ്ടുപോവാ. ഈശ്വര, അവനിങ്ങോട്ട് വരൂ. എന്നെ ഈ അവസ്ഥയെ കണ്ട എല്ലാ കാര്യങ്ങളും അതോടെ തീരും. ഞാൻ കോഫി കൊടുക്കാൻ പോവാ ബി. അത് ചിലപ്പോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല ഇളയമ്മേ. ഞാൻ എന്താ മൂന്നാമതൊരാളാണോ? പോയാൽ എന്താ തെറ്റ്? ട്യൂഷൻ സാറിന് ഇളയമ്മ മൂന്നാമതൊരാളല്ലേ? വേണ്ട ഇളയമ്മേ, അദ്ദേഹം തന്നെ പുറത്തേക്ക് വരട്ടെ. ഞാൻ അവിടെ പോയാൽ എന്താടി പ്രശ്നം? അങ്ങനെ പോകരുത് ഇളയമേ. നമ്മുടെ ട്യൂഷൻ മാഷല്ലേ അബി, പോയാൽ എന്താ കുഴപ്പം? അദ്ദേഹത്തിന്റെ പ്രൈവസി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്റെ സ്നേഹത്തെ നീയൊക്കെയോടോ ഡിസ്റ്റർബ് ചെയ്യുന്നേ. കുറച്ചുനേരം ക്ഷമയോടെ ഇരിക്കലമ്മേ, ട്യൂഷൻ സാർ ഇപ്പൊ പുറത്തേക്ക് വരുമല്ലോ. ഞാൻ ഇട്ട കോഫി ഇപ്പൊ തണുക്കും. അദ്ദേഹം ഒന്നും വിചാരിക്കില്ല, ഞാൻ അങ്ങോട്ടേക്ക് പോവാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മാഷെ ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് വേണ്ടി നല്ല ചൂടുള്ള സ്ട്രോങ് ആയ കോഫി കൊണ്ടുവന്നിട്ടുണ്ട്, വാങ്ങുന്നേ. സോറി കേട്ടോ, ഞാൻ കോഫി ടീ ഒന്നും കുടിക്കാറില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. രാത്രി നന്നായിട്ട് ഉറങ്ങിയോ? ആ, നന്നായിട്ട് ഉറങ്ങി സാർ. രാവിലെ ഫ്രഷായി. കുട്ടികൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് ക്ലാസ് തുടങ്ങും. ആ, സാരമില്ല സാർ. എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി, ഒന്ന് ഫ്രഷ് ആവട്ടെ. ഓക്കെ സാർ. നാശം പിടിച്ചവൻ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കോഫി കൊണ്ടുവന്നിട്ട് വേണ്ടാന്നോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കുറച്ചു നേരം ഞാൻ മിണ്ടാൻ പറ്റില്ല. പോ. വളരെ നന്ദി ചേച്ചി. നിങ്ങൾ ആ സമയത്ത് അലർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പെട്ടുപോയേനെ. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നടക്കണേ. എന്റെ ഇളമയെ വളരെയധികം സൂക്ഷിക്കണം. അതെ ചേച്ചി, ആ കാര്യം എനിക്ക് നീ ഞങ്ങളെ പറ്റിച്ച് നടക്കാണോ? 2-3 ദിവസത്തിനുള്ളിൽ കാശ് റെഡിയാക്കി തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല മോനെ. നീയും നിന്റെ കൂട്ടുകാരനെ പോലെ ഓടിപ്പോയാൽ? ഞാൻ ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. നിന്റെ ഫ്രണ്ടും ഇങ്ങനെയാ പറഞ്ഞത്, എന്നിട്ട് അവൻ ഓടിപ്പോയില്ലേ? നിങ്ങളുടെ കാശ് ഞാൻ ഉറപ്പായിട്ടും തരും ചേട്ടാ. ഈ കഥയൊക്കെ നീ വേറെ ആരോടെങ്കിലും പറ. ഞങ്ങളുടെ പണം ഇപ്പൊ തന്നെ വേണം. നിന്റെ ചേട്ടനോട് ചോദിക്കാനാ വന്നത്. അയ്യോ വേണ്ട ചേട്ടാ, വീട്ടുകാരെ അറിഞ്ഞ ആകെ പ്രശ്നമാവും. അതുകൊണ്ടാ ഞാൻ എങ്ങനെയെങ്കിലും ചേട്ടന്റെ കാശ് തിരിച്ചു വന്നോളാം. നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിന്റെ ചേട്ടനേത് ഞങ്ങൾ വാങ്ങിച്ചോളാം. ചേട്ടാ ചേട്ടാ വേണ്ട ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേട്ടാ. എന്താണ് ദേഹത്ത് കൈവയ്ക്കുന്നേ? സോറി ചേട്ടാ, വീട്ടിൽ പറഞ്ഞ ആകെ കുഴപ്പമാവും. ഇന്ന് നീ ഷർട്ടി പിടിച്ചു, നാളെ നീ കഴുത്തിന് പിടിക്കും. നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാ, വീട്ടില് എല്ലാവരും ഉണ്ട്. അതുകൊണ്ടാ. വേണ്ട ചേട്ടാ, ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ പണം കിട്ടില്ലല്ലോ. നിന്റെ ചേട്ടനെ കണ്ടേ പറ്റൂ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇവിടെ നിന്ന് ഇറങ്ങി പോയേ. എന്താടാ നീ ഞങ്ങളോട് തന്നെ ചൂടാവാണോ? വെട്ടി പീസാക്കി കളയും. അഖിൽ
അഖിൽ അഖിൽ വിട്. ആരാ നിങ്ങളൊക്കെ? അഖിലിന്റെ കോളെല്ലാം പിടിച്ചിട്ട് എന്തിനാ കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തിയ? കടം വാങ്ങി പറ്റിച്ച പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? കടമോ? അതെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഇവൻ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ്. ഇവൻ അവൻ എന്നൊക്കെ വിളിച്ച് മര്യാദയില്ലാതെ എന്തിനാ നിങ്ങൾ സംസാരിക്കുന്നേ? അഖിൽ, ആരാ ഇവരൊക്കെ? ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് എന്തിനാ 5 ലക്ഷം രൂപ നീ വാങ്ങിയേ? ഞാൻ വാങ്ങിയതല്ല എടുത്തി. എന്റെ ഫ്രണ്ടിനൊരു അത്യാവശ്യം വന്നപ്പോൾ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി കൊടുത്തിരുന്നു. പറഞ്ഞ സമയത്ത് എന്റെ ഫ്രണ്ടിന് കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എവിടേക്ക് ഓടിപ്പോയി. എന്നാ അവൻ നല്ലവനെ എടുത്തി. ആ വിശ്വാസത്തിലാണ് ഞാൻ കടം വാങ്ങി കൊടുത്തത്. ഇപ്പോ ഇവരാണെങ്കിൽ എന്നോട് ആ കാശ് തിരികെ കൊടുക്കാൻ പറയാ. അബേട്ടനോട് പറയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവനെ കൊണ്ട് എന്തായാലും പണം തരാൻ പറ്റില്ല. അതുകൊണ്ട് ഇവന്റെ ചേട്ടനോട് ചോദിക്കാൻ വന്നതാ. വീട്ടിലേക്ക് വന്നാൽ ഞങ്ങളെ വരണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താ. അതുകൊണ്ടാ കോളറിന് പിടിച്ച. നോക്ക്, ഒന്ന് പതുക്കെ സംസാരിക്കോ. വീട്ടിലുള്ളവർ കേൾക്കോ. അതുകൊണ്ടാ പണം തരാത്തോണ്ടല്ലേ ഞങ്ങൾ വേളം വെക്കുന്നേ. ഞങ്ങളുടെ നിന്ന് പണം വാങ്ങിയിട്ട് ഇപ്പൊ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതിന്റെ ആവശ്യമില്ല. 3 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ കാശ് തരാം. തൽക്കാലം ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോ. ഇല്ല ചേച്ചി, ഞങ്ങളുടെ പണം ഇപ്പൊ തന്നെ വേണം. തന്നാ ഞങ്ങൾ വെക്കോളാം. ഇങ്ങനെ എടി പിടിയുന്ന 5 ലക്ഷം രൂപ ചോദിച്ചാൽ ഞങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരാനാ? അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങളുടെ പൈസ ഇപ്പൊ കിട്ടിയേ പറ്റൂ. ഇത്ര ദിവസം വെയിറ്റ് ചെയ്തില്ലേ? ഇനി ഒരു 3 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? അബിറാം സാറിനോട് ചോദിച്ചാൽ ഇപ്പൊ തന്നെ കിട്ടുമല്ലോ. അങ്ങനെ ചോദിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വരില്ലായിരുന്നല്ലോ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഫ്രണ്ടിന് വേണ്ടി 5 ലക്ഷം രൂപ കടം വാങ്ങിന്ന് പറഞ്ഞ വീട്ടുകാർ എന്ത് പറയുന്നു ആലോചിച്ച് നോക്ക്. അവന്റെ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കിട്ടണം. അഭിറാം സാറിനോട് ചോദിച്ചാൽ കിട്ടും. അഭിറാം സാറിന്റെ ഭാര്യയായ ഞാനാ പറയുന്നേ. നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ പോകുന്നില്ല. അത് ഞാൻ തന്നെ തരും. 3 ദിവസത്തിനുള്ളിൽ ഞാൻ തരും. അപ്പൊ ചേച്ചി തന്നെ സാറിനോട് പറഞ്ഞ് ആ പണം വാങ്ങി തന്നാ മതിയല്ലോ. ഞാൻ ആരിൽ നിന്നാ വാങ്ങുന്നെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. 3 ദിവസത്തിനകം തരും. നിങ്ങളിപ്പോ പോ. അത് പറ്റില്ല ചേച്ചി. പോവാനല്ലേ പറഞ്ഞത്? ഓക്കെ, ശരി ചേച്ചി, നിങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ പോവുകയാണ്. 3 ദിവസത്തിനുള്ളിൽ പണം കിട്ടിയിരിക്കണം. വാടാ. ഒരുപാട് നന്ദിയുണ്ട് ഏടത്തി. ഏടത്തി വന്നില്ലായിരുന്നെങ്കിൽ അവർ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഏട്ടനും വഴക്ക് പറഞ്ഞാനെ. നീ പണം കൊടുത്ത ഫ്രണ്ട് നല്ലവനാണോ? നല്ല പയ്യനെ ഏടത്തി. പക്ഷെ പണം കൊടുക്കാൻ കഴിയാത്തോണ്ടും അവനിപ്പോ ഇവിടെ ഇല്ല. പൈസ എങ്ങനെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നീ വെറുതെ വിഷമിക്കണ്ട. ഏടത്തി ഒറ്റയ്ക്ക് പൈസ എവിടെ നിന്ന് കൊടുക്കാനാ? എങ്ങനെങ്കിലും കൊടുക്കാന്നല്ലേ പറഞ്ഞ. നീ ഒന്ന് സമാധാനായിട്ടിരിക്കുക. ഹായ് ആന്റി. നിങ്ങളുടെ സ്നേഹയാത്ര എവിടം വരെ ആയി? പറയൂ ആന്റി. സീരിയൽ പോലെ സ്ലോ ആണോ? വെബ് സീരീസ് പോലെ ഹോട്ട് ആണോ? ഷോർട്ട് ഫിലിം പോലെ വേഗത്തിലാണോ? ആക്ഷൻ സിനിമയില് ഒരു റീലിൽ ഫൈറ്റ് ഉള്ളത് പോലെ എന്റെ ലവ് സ്റ്റോറിയിൽ ദിവസം ഒരു വില്ലൻ വരുന്നുണ്ട്. മെയിൻ വില്ലൻ ആ വസുവാ. വസുവേട്ടത്തി